Ohm's law in terms of relaxation time and drift velocity. നമുക്ക് ആദ്യം ഓംസ് ലോ എന്താണെന്ന് ഓർത്ത് നോക്കാം. എന്താണ് ഓംസ് ലോ? അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയിരിക്കണം. വാട്ട് ഹാപ്പൻസ്? The current flowing through a conductor is directly proportional to the potential difference. ഓംസ് ലോയുടെ ലിമിറ്റേഷൻ നമ്മൾ പറഞ്ഞു, കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിൽ മാത്രമേ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യത്തുള്ളൂ. പ്രൊപ്പോർഷണാലിറ്റി മാറ്റുമ്പോൾ വരുന്ന കോൺസ്റ്റന്റ് ആണ് ആർ ഈസ് കോൾഡ് റെസിസ്റ്റൻസ്. റെസിസ്റ്റൻസിന്റെ യൂണിറ്റ് അറിയാം, ഓം ആണ്. അപ്പോൾ നമ്മൾ എളുപ്പത്തിന് പഠിച്ചു, ഓംസ് ലോ എന്ന് പറയുന്നത് വി is equal to R into I. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്തെടുക്കേണ്ടത്. ഇത് നമുക്ക് ഡ്രിഫ്റ്റ് വെലോസിറ്റിയുടെ ടേംസിൽ പ്രൂവ് ചെയ്യണം. ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്താണെന്ന് നമുക്കറിയാം. എക്സ്റ്റേണൽ ആയിട്ട് ഒരു ഇലക്ട്രിക് ഫീൽഡ് കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഇലക്ട്രോൺസിന്, ഫ്രീ ചാർജ് കരിയേഴ്സിന്, കണ്ടക്ടേഴ്സിനകത്തെ കരിയേഴ്സിന് കിട്ടുന്ന വെലോസിറ്റിക്ക് പറയുന്ന പേരാണ് ഡ്രിഫ്റ്റ് വെലോസിറ്റി. അതിൻ്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചു, E/m into τ. τ is called the relaxation time. ഡ്രിഫ്റ്റ് വെലോസിറ്റിയുടെ ഇക്വേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. E ചാർജ് ഓഫ് ദ ഇലക്ട്രോൺ, ക്യാപിറ്റൽ E ഇലക്ട്രിക് ഫീൽഡ്, ബൈ m മാസ് ഓഫ് ദ ഇലക്ട്രോൺ, τ റിലാക്സേഷൻ ടൈം. ഓക്കെ, അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ഒന്ന് ഡിറൈവ് ചെയ്യാൻ നോക്കാം. അതിനു വേണ്ടി ഒരു കണ്ടക്ടർ എടുക്കാം. ഓഫ് ലെങ്ത് L ആൻഡ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ A ആണെന്ന് വിചാരിക്കുക. ഈ കണ്ടക്ടറിനെ വെറുതെ ഇരിക്കുമ്പോൾ നമ്മൾ പറഞ്ഞു ഇലക്ട്രോൺസ് പല ഡയറക്ഷനിൽ മൂവ് ചെയ്യാണ്. ആ ഇലക്ട്രോൺസിൻ്റെ വെലോസിറ്റി നമ്മൾ തെർമൽ വെലോസിറ്റി എന്ന് പറഞ്ഞു. ആ സമയത്തുള്ള ആവറേജ് വെലോസിറ്റി 0 ആണെന്ന് പറഞ്ഞു. വെൻ വി ആർ അപ്ലൈയിങ് ആൻ ഇലക്ട്രിക് ഫീൽഡ്, നമ്മളൊരു ബാറ്ററി ആയിട്ട് കണക്ട് ചെയ്താൽ നമ്മൾ ഇലക്ട്രോൺസിൻ്റെ കറണ്ട് ഇങ്ങനെയാണ് മാർക്ക് ചെയ്യുന്നത്. ഇലക്ട്രോൺസ് മൂവ് ചെയ്യുന്നത് ആക്ച്വലി ടു ദ പോസിറ്റീവ് ടെർമിനലാണ്, ഇങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നത്. ഇലക്ട്രോൺസ് നമ്മൾ എടുക്കുകയാണെങ്കിൽ അറിയാം അല്ലേ, ഇങ്ങോട്ട് പോസിറ്റീവ് ടെർമിനലിലേക്കാണ് മൂവ് ചെയ്യുന്നത്. ഇലക്ട്രോൺസിൻ്റെ മൂവ്മെൻറ്റിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വേണം കറണ്ട് മാർക്ക് ചെയ്യാൻ. നമ്മൾ പഠിച്ചു. ഒരു കോപ്പർ വയറിലൂടെ കറണ്ട് ഒഴുകുക എന്ന് വിചാരിക്കുക. കറണ്ട് I എന്ന് പറയുന്നത് V/R ആണ്. കറണ്ടിനെ നമുക്ക് ചാർജിൻ്റെ ടേംസിൽ എഴുതാൻ പഠിച്ചിട്ടുണ്ട്. കറണ്ട് എന്ന് പറയുന്നത് ചാർജ് ബൈ ടൈം ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ ചാർജ് എന്ന് പറയുന്ന ക്വാണ്ടിറ്റി Q is equal to I into T ആണ്. T ടൈമിൽ ഒഴുകുന്ന കറണ്ട് നമ്മളിപ്പോൾ എടുത്തല്ലോ, ഇതിലൂടെ I കറണ്ട് ഒഴുകുമെന്ന് നമ്മൾ പറഞ്ഞു. ഒഴുകുന്ന കറണ്ടിൻ്റെ വാല്യൂ I എന്ന് നമ്മൾ ഡിനോട്ട് ചെയ്യും. ഈ I ചാർജിൻ്റെ ടേംസിൽ എഴുതിയാൽ I into T ആണ്. ഇഫ് ദ ടൈം ഇസ് ഡെൽറ്റ T, വി ക്യാൻ റൈറ്റ് I into ഡെൽറ്റ T. I into ഡെൽറ്റ T ആണ് നമ്മുടെ ഒന്നാമത്തെ ഇക്വേഷൻ. ഈ ചാർജിനെ, ക്യൂവിനെ, ആ കണ്ടക്ടറിൻ്റെ, നമ്മളെടുത്ത കണ്ടക്ടർ ഇങ്ങനെ ഒരു കണ്ടക്ടറാണ് എടുത്തത്. ഈ കണ്ടക്ടറിൻ്റെ L ലെങ്തും A ഏരിയ ഓഫ് ക്രോസ് സെക്ഷനും വെച്ചിട്ട് വോളിയത്തിൻ്റെ ടേംസിൽ, അതായത് ഈ കണ്ടക്ടറിലൂടെ എന്തുമാത്രം ചാർജസ് ഒഴുകുന്നു എന്ന് നമുക്ക് നോക്കാം. ചാർജിൻ്റെ എണ്ണം നമുക്കറിയാം. ചാർജിന് നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ E ആണ്. ഒരു ചാർജ് ആയിരിക്കത്തില്ല, ഇഷ്ടംപോലെ ചാർജ് ഉണ്ടാവും. അപ്പോൾ N നമ്പർ ഓഫ് ചാർജസ്, NE. ഈ വോളിയത്തിലൂടെയാണ് ഒഴുകുന്നത് അല്ലേ. ഏരിയയും ലെങ്തും തന്നിട്ടുണ്ടെങ്കിൽ വാട്ട് ഈസ് വോളിയം? ഏരിയ ഇൻറ്റു ലെങ്ത് ആണ് വോളിയം. അപ്പം ഇത്രയും ചാർജസ് ആണ് ഒഴുകുന്നത്. ഇത് നമ്മുടെ ഇവിടുത്തെ ക്യൂവിൻ്റെ എണ്ണമാണ് അല്ലേ. നമ്പർ ഓഫ് ചാർജസ് ഫ്ലോയിങ് പെർ യൂണിറ്റ് വോളിയമാണ് നമ്മൾ ഈ എഴുതി വെച്ചേക്കുന്നത്. NEA into L. A into L വോളിയമാണ്. അപ്പോൾ ചാർജസ്, നമ്പർ ഓഫ് ചാർജസ് ഫ്ലോയിങ് ത്രൂ എ യൂണിറ്റ് വോളിയം ഈസ് NE into ദാറ്റ് വോളിയം. ഈ വോളിയത്തിനകത്തെ എല്ലിനെ ഞാൻ വെലോസിറ്റിയുടെ ടേംസിലേക്കൊന്ന് മാറ്റുകയാണ്. എല്ലിനെ വെലോസിറ്റിയുടെ ടേംസിലേക്ക് മാറ്റണമെങ്കിൽ L എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെൻറ്റിന് തുല്യമായ ടേമാണ്.
നമ്മൾ വെലോസിറ്റി പഠിച്ചിട്ടുണ്ട്, ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം. ഇവിടുത്തെ ടൈം ഡെൽറ്റ ടി ആണെങ്കിൽ വെലോസിറ്റി ഈസ് ഡിസ്പ്ലേസ്മെന്റ് ബൈ ഡെൽറ്റ ടി. ഈ ഡിസ്പ്ലേസ്മെന്റിന് പകരം ഞാൻ എൽ എന്ന് പറയുന്ന ലെറ്റർ കൊടുത്താൽ വി ഇൻറ്റു ഡെൽറ്റ ടി. പക്ഷെ ഇവിടെ എക്സ്റ്റേണൽ ഫീൽഡ് കൊടുത്തേക്കെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ വെലോസിറ്റി ഡ്രിഫ്റ്റ് വെലോസിറ്റിയാണ്. അപ്പൊ ഈ ചാർജിന്റെ ടേംസിനെ ഞാനൊന്ന് മാറ്റി എഴുതുകയാണ്. എല്ലിന് പകരം നമുക്ക് എന്ത് കൊടുക്കാം? വി ഡി ഇൻറ്റു ഡെൽറ്റ ടി കൊടുക്കാം. സോ ദ ഇക്വേഷൻ ബിക്കം എൻ ഇ എ, എല്ലിന് പകരം എന്ത് കൊടുത്തു? ഡ്രിഫ്റ്റ് വെലോസിറ്റി ഇൻറ്റു ദാറ്റ് ടൈം. ഓക്കെ, അപ്പൊ ചാർജിന് തുല്യമായിട്ടുള്ള അടുത്ത ടേം നമുക്ക് കിട്ടി, എൻ ഇ എ വി ഡി ഇൻറ്റു ഡെൽറ്റ ടി. അതെന്ന് പറയുന്നത് ചാർജ് തന്നെയാണ്. ഡെൽറ്റ ടി ടൈമിൽ ഈ എൽ ലെങ്ത് ഉള്ള ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഉള്ള ഒരു കണ്ടക്ടറിലൂടെ ഒഴുകുന്ന ചാർജിന്റെ അതേ ക്വാണ്ടിറ്റിയാണ്. അപ്പൊ ചാർജിന് നമുക്ക് ഐ ഇൻറ്റു ഡെൽറ്റ ടിയും കിട്ടി. ഇക്വേഷൻ നമ്പർ 2. ചാർജിന് നമുക്ക് എൻ ഇ എ വി ഡി ഡെൽറ്റ ടിയും കിട്ടി. ഇത് രണ്ടും കൂടെ ഒന്ന് ഇക്വേറ്റ് ചെയ്ത് നോക്കാം. ഇക്വേഷൻ നമ്പർ 1ഉം ഇക്വേഷൻ നമ്പർ 2ഉം കൂടെ എന്ത് വരുമെന്ന് നോക്കാം. ഐ ഡെൽറ്റ ടി ഈസ് ഈക്വൽ ടു എൻ ഇ എ വി ഡി ഡെൽറ്റ ടി. ഡെൽറ്റ ടി ക്യാൻസൽ ആയി. നമുക്ക് കറണ്ടിനൊരു ഇക്വേഷൻ കിട്ടി. ഐ ഇസ് ഈക്വൽ ടു എൻ ഇ എ വി ഡി. ഓക്കെ, ഇനിയും വി ഡി എന്താണെന്നറിയാം. ഡ്രിഫ്റ്റ് വെലോസിറ്റിയുടെ ഇക്വേഷൻ നമ്മൾ ആദ്യമേ പഠിച്ചു. ഡ്രിഫ്റ്റ് വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഇ ബൈ എം ഇൻറ്റു റിലാക്സേഷൻ ടൈം ടോ. അതിങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഐ ഈസ് ഈക്വൽ ടു എൻ, ചാർജ് ഓഫ് ദ ഇലക്ട്രോൺ, എ ഡ്രിഫ്റ്റ് വെലോസിറ്റി ഇ ഇലക്ട്രിക് ഫീൽഡ് ബൈ എം ഇൻറ്റു റിലാക്സേഷൻ ടൈം ടോ. ഇയും കൂടെ ഈ സ്ക്വയർ ആവും. അതുപോലെ തന്നെ ഇക്ക് ഒരു വാല്യൂ കൊടുക്കണം. പൊട്ടൻഷ്യലിന്റെ ടേംസിൽ ഇക്ക് ഒരു വാല്യൂ കൊടുക്കുമ്പോൾ ഇ എന്ന് പറയുന്നത് നമുക്കറിയാം, ഇലക്ട്രിക് ഫീൽഡ് ഇസ് ദ നെഗറ്റീവ് ഗ്രേഡിയന്റ് ഓഫ് പൊട്ടൻഷ്യൽ. ഇ ഇസ് ഈക്വൽ ടു മൈനസ് ഡി വി ബൈ ഡി എൽ എന്ന് പഠിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഇ ഇസ് ഈക്വൽ ടു നെഗറ്റീവ് കളയാണെങ്കിൽ വി ബൈ എൽ എന്ന് നമുക്കറിയാം. ഈ ഇക്വേഷനിൽ തൊട്ട് മുന്നേ എഴുതിയ നമ്മുടെ ഈ ഇക്വേഷനിൽ നമുക്കത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. എവിടെയൊക്കെ? ഐ ഇസ് ഈക്വൽ ടു എൻ ഇ സ്ക്വയർ, ഇയും കൂടി ഇ സ്ക്വയർ, എ ഇക്ക് പകരം എന്ത് കൊടുക്കണം? വി ബൈ എൽ എം ടോ. ഞാൻ അടുത്തതിലോട്ട് ഒന്നുകൂടെ എടുത്ത് എഴുതുകയാണ്. അപ്പം നമ്മുടെ ഇക്വേഷൻ എന്ത് വരും? ഐ is equal to n e square a v tau by L into m. This is equation number 3. നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഒരു ബേസിക് ഇക്വേഷൻ ഓംസ് ലോ വെച്ചിട്ട് പഠിച്ചിട്ടുണ്ട്. ഐ ഇസ് ഈക്വൽ ടു വി ബൈ ആർ ആണെന്ന് പഠിച്ചിട്ടുണ്ട്. ഇക്വേഷൻ നമ്പർ 4. ഐ ഇസ് ഈക്വൽ ടു വി ബൈ ആർ ആണെന്ന് പഠിച്ചിട്ടുണ്ട്. ഓംസ് ലോ വെച്ചിട്ട് എത്തി. ഫൈനൽ ഇക്വേഷനിലേക്ക് എത്തുകയാണ്. ഇത് രണ്ടും കൂടെ ഒന്ന് കമ്പയർ ചെയ്തേ. ഇത് രണ്ടും കൂടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് സെയിം ആണ്. റൈറ്റ് ഹാൻഡ് സൈഡിനെ നമുക്കൊന്ന് ഇക്വേറ്റ് ചെയ്ത് എഴുതാം. എങ്ങനെ എഴുതാം? വി ബൈ ആർ ഇക്വേഷൻ നമ്പർ 4 ഇസ് ഈക്വൽ ടു ഇക്വേഷൻ നമ്പർ 3 അല്ലേ? 3 ഇസ് ഈക്വൽ ടു 4 എന്നാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. അപ്പോൾ അതിൻ്റെ എൽ എച്ച് എസ് സെയിം ആയതുകൊണ്ട് ആർ എച്ച് എസിനെ നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. RHS V by R is equal to N E square A V tau by L into M. Vയും ക്യാൻസൽ ആയി. Vയും ക്യാൻസൽ ആയി കഴിഞ്ഞാൽ ബാക്കി എന്താ വരുന്നത്? ഒന്ന് എടുത്ത് എഴുതി നോക്കിക്കേ. ബാക്കി വരുന്നത്
1/r is equal to n e square a tau by L into m. R എന്ത് വരും? റെസിപ്രോക്കൽ എടുത്താൽ മതി. റെസിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു Lm by n e സ്ക്വയർ a tau. ഫൈനൽ ഇക്വേഷൻ ആകുകയാണ്. ബൈ ഓംസ് ലോ റെസിസ്റ്റൻസിന്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. R ഇസ് ഈക്വൽ ടു റോ എൽ ബൈ എ. റോ എൽ ബൈ എ ഇവിടെയും കിട്ടിയിട്ടുണ്ട്, എൽ ബൈ എ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ബാക്കി ടേംസ് എന്തായിരിക്കും? എൽ ബൈ എ കഴിഞ്ഞാൽ ബാക്കി ടേംസ് ഇവിടെ റോയാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെയും അതെന്തായിരിക്കും? റോ ആയിരിക്കും. അപ്പൊ എങ്ങനെ എഴുതാം നമുക്ക് ഇക്വേഷൻ? നമുക്ക് റോയുടെ ഇക്വേഷൻ, റെസിസ്റ്റിവിറ്റിയുടെ ഇക്വേഷൻ കിട്ടി. റെസിസ്റ്റിവിറ്റി റോ ഇസ് ഈക്വൽ ടു ബാക്കി വന്നത് എടുത്ത് എഴുതിയാൽ മതി. എം ബൈ എൻ ഇ സ്ക്വയർ ടോ. ഇതിന്റെ റെസിപ്രോക്കൽ ആയിരിക്കും കണ്ടക്ടിവിറ്റി. റെസിസ്റ്റിവിറ്റിയുടെ റെസിപ്രോക്കൽ കണ്ടക്ടിവിറ്റിയെ നമ്മൾ സിഗ്മ വെച്ചാണ് ഡിനോട്ട് ചെയ്തത്. 1/ρ n e സ്ക്വയർ ടോ ബൈ m. ഓക്കെ, അപ്പൊ റെസിസ്റ്റിവിറ്റിക്കുള്ള ഇക്വേഷൻ എത്തുക, അല്ലെങ്കിൽ റെസിസ്റ്റൻസിനുള്ള ഇക്വേഷൻ എത്തുക Lm ബൈ n e സ്ക്വയർ a ടോ. റിലാക്സേഷൻ ടൈമിന്റെയും ഡ്രിഫ്റ്റ് വെലോസിറ്റിയുടെയും ടേംസിൽ കറണ്ടിനൊരു ഇക്വേഷനിലെത്തുന്നു. ആ ഇതാണ് കറണ്ടിനുള്ള ഇക്വേഷൻ, റിലാക്സേഷൻ ടൈമിന്റെയും ഡ്രിഫ്റ്റ് വെലോസിറ്റിയുടെയും ടേംസിൽ. ആ കറണ്ടിനുള്ള ഇക്വേഷനിൽ നിന്ന് നമ്മൾ റെസിസ്റ്റിവിറ്റിക്കും റെസിസ്റ്റൻസിനും ഉള്ള ഇക്വേഷനിലേക്ക് എത്തുന്നു. ക്ലിയർ ആയോ? ഇത് കുറേ തവണ എഴുതി പഠിക്കണം. ഓക്കെ.